നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ചികിത്സയുടെ കാര്യത്തിൽ എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ അതിന്റെ പേരിൽ സ്വപ്നങ്ങൾ നെയ്തു കൂട്ടുന്നതിൽ എനിക്ക് താല്പര്യമില്ല. ഒന്നും നേർവഴിക്ക് നടന്നില്ലെങ്കിൽ പിന്നെ നിരാശപ്പെടേണ്ടി വരില്ലേ? എനിക്ക് എന്തോ ഒരു വിശ്വാസം തോന്നുന്നുണ്ട് അച്ഛാ. സൂര്യ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. മോളെ രാധികെ, നീ അച്ഛനെ വിളിച്ച് ചോദിക്കേ. അതിനെന്താ അമ്മേ, ഞാൻ ഇപ്പൊ തന്നെ ചോദിച്ചോളാം. എത്രയും പെട്ടെന്ന് വൈദ്യനെ വരുത്താനുള്ള ഏർപ്പാടും ഉണ്ടാക്കാം. തീരുമാനം എന്തായാലും നന്നായി. അച്ഛാ, സൂര്യ ചിലപ്പോ താല്പര്യക്കുറവ് കാണിച്ചെന്നിരിക്കും. അത് ഞാൻ പറഞ്ഞോളാം. മോളെ കൽപ്പന, മരുന്നുകൊണ്ട് മാത്രം പ്രയോജനം ഉണ്ടാവണമെന്നില്ല. മനസ്സറിഞ്ഞ് ഭഗവാനോടുള്ള പ്രാർത്ഥന ഉണ്ടാവണം. നിന്റെ ആ പ്രാർത്ഥനയാവും എന്റെ മോനെ തിരിച്ചു കൊണ്ടുവരുന്നത്. ഞാൻ പ്രാർത്ഥിച്ചോളാം അമ്മേ. എത്ര വലിയ വ്രതം വേണമെങ്കിലും എടുത്തോളാം. എനിക്കെന്റെ സൂര്യ തിരിച്ചു വേണം. പത്മിനി, ഇതൊരു വല്ലാത്ത മാറ്റമാണല്ലോ. പിന്നല്ലാതെ ഈശ്വരൻ തോന്നിപ്പിച്ചതാവും കൽപ്പനയ്ക്ക്. അതെ അതെ, ഈശ്വരൻ തോന്നിപ്പിച്ചത് തന്നെ അല്ലേ രാധിക മോളെ? അതെ അതെ. മോളി ചെന്ന് അച്ഛനെ വിളിച്ച് കാര്യം പറ. എന്നാ ഞാൻ സൂര്യയുടെ അടുത്തേക്ക് ചെല്ലട്ടെ. സൂര്യയുടെ കാര്യങ്ങള് ഭദ്രമായി. ഇനിയിപ്പോ വരുണിന്റെ കാര്യം കൂടി ഭദ്രമാക്കണം. മോളെ രാധികെ, വൈദ്യൻ ഇപ്പൊ എത്തും. വന്നിട്ട് എന്താ പറയുക, എന്താ ചികിത്സ എന്നൊന്നും നിശ്ചയില്ല. ഒക്കെ നീ കണ്ടറിഞ്ഞു നിന്നോളണം. അതിന്റെ കാര്യത്തിൽ അച്ഛൻ പേടിക്കൊന്നും വേണ്ട. ഇതിന്റെയൊക്കെ സ്പെഷ്യലിസ്റ്റ് അല്ലേ രാധിക? അതെന്താടാ, രാധികയ്ക്ക് രോഗികളെ നോക്കലായിരുന്നോ പണി? ഏയ് അതല്ലേ ഏട്ടാ, ഓരോ കാര്യത്തിലും ഇയാളുടെ ആത്മാർത്ഥത കാണുന്നോണ്ട് പറഞ്ഞു പോയതാ. വീണ്ടും ഒരു പരീക്ഷണം അല്ലേടാ? അതെ, പരീക്ഷണം തന്നെയാ. പക്ഷേ ഇപ്പതേ ഈ നിൽക്കുന്നവര് മുഴുവൻ ആ പരീക്ഷണത്തിൽ വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? രാധികയുടെ ഭക്തിയിലുള്ള വിശ്വാസം അല്ലേ അമ്മേ? അതെ, പ്രാർത്ഥനയും മരുന്നും നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകണം. എല്ലാം മാറും. സൂര്യ, എത്രയോ ചികിത്സകൾക്ക് നമ്മൾ പോയിരിക്കുന്നു. അപ്പൊ ഒന്നും തോന്നാത്തൊരു കോൺഫിഡൻസ് ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.